മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ്സ് ആണ് ഇനി പറയുന്നത്. മിനറൽ ന്യൂട്രീഷൻ നമുക്കറിയാം, പ്ലാന്റ്സ് ന്യൂട്രിയൻസിനെ വാട്ടർ ആൻഡ് മിനറൽസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. റൂട്ട്സിലുള്ള റൂട്ട് ഹെയർസ് ആൻഡ് പിലിഫറസ് ലെയർ, ഇതാണ് മിനറൽസിനെയും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുന്നത്. മിനറൽസിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിട്ടാണ്. നമുക്കറിയാം, പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സിനെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും സോയിലിൽ നിന്നൊക്കെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മിനറൽ ന്യൂട്രീഷൻ, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഓർ മിനറൽസ്. ആ പ്രോസസ്സാണ് മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുക. പ്ലാന്റ്സിൻ്റെ ലൈഫ് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നോർമൽ മെറ്റബോളിസം ഓർ നോർമൽ ഗ്രോത്ത്, റീപ്രൊഡക്ഷനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. ദീസ് എലമെൻറ്റ്സ് ആർ കാൾഡ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ഒരു എലമെൻറ്റ് എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻ്റ് ആണ്. ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്. അർണോൺ ആൻഡ് സ്റ്റൗട്ട്, ഇങ്ങനെ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇത് പറഞ്ഞത്. അർണോൺ ആൻഡ് സ്റ്റൗട്ട് എന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഈ ക്രൈറ്റീരിയയെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു എലമെൻറ്റ് എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയണമെങ്കിൽ അത് പ്ലാന്റിൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കുക. എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയണമെങ്കിൽ ദ എലമെൻറ്റ് മസ്റ്റ് ബി നെസസറി ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ പ്ലാന്റ്. എലമെൻറ്റ് മസ്റ്റ് ബി നെസസറി ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്. പ്ലാന്റിൻ്റെ നോർമൽ ഗ്രോത്തിനും പിന്നെന്താണ് റീപ്രൊഡക്ഷനൊക്കെ എസെൻഷ്യൽ ആയിരിക്കണം. അതിന് പകരം നമുക്ക് മറ്റൊന്ന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സെക്കൻഡ് പോയിന്റ് അത് തന്നെയാണ് പറയുന്നത്. ദ റിക്വയർമെൻറ്റ് ഓഫ് ദി എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്. സ്പെസിഫിക് മീൻസ് ഇപ്പോൾ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, മഗ്നീഷ്യം, ഇങ്ങനെയൊക്കെ നമുക്കറിയാം. അതിലൊരു മാക്രോ എലമെൻറ്റ്, അപ്പോൾ നമുക്ക് തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മാക്രോ എലമെൻറ്റ്സ് ആൻഡ് മൈക്രോ എലമെൻറ്റ്സ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണ്ടുന്നത് മാക്രോ ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റി വേണ്ടത് മൈക്രോ എലമെൻറ്റ്സ്. ഇപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മാക്രോ എലമെൻ്റാണ്. മഗ്നീഷ്യം ഇസ് എ മാക്രോ എലമെൻ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അത് എങ്ങനെ വേണം? ലാർജ് ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത്. ആ എലമെൻറ്റിന് പകരം നമുക്ക് വേറൊരു എലമെൻറ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ക്ലോറോസിസ് എന്ന ഡിസീസ് ഉണ്ടാകാം, യെല്ലോയിങ് ഓഫ് ലീഫ് ഉണ്ടാകാം. അതിന് പകരം നമുക്ക് മറ്റൊരു എലമെൻ്റ് കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് കോൾഡ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദി എലമെൻറ്റ് ഈസ് സ്പെസിഫിക് ആൻഡ് നോട്ട് റീപ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ്. ആൻഡ് തേർഡ് പോയിന്റ് എന്താണ് നോക്കുക, ആ എലമെൻറ്റ് എന്ത് ചെയ്യണം? ആ പ്ലാന്റിൻ്റെ മെറ്റബോളിസത്തിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എലമെൻറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദി മെറ്റബോളിസം ഓഫ് പ്ലാന്റ്. ഇപ്പോൾ 3 പോയിന്റ്സാണ് പറയുന്നത്. ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്. ഒരു എലമെൻറ്റ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ എലമെൻറ്റ് എന്ന് പറയണമെങ്കിൽ ആ എലമെൻറ്റ് എന്തൊക്കെ ആയിരിക്കണം? ദി എലമെൻറ്റ് മസ്റ്റ് ബി നെസസറി ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ദ റിക്വയർമെൻറ്റ് ഓഫ് ദി എലമെൻറ്റ് ഈസ് സ്പെസിഫിക് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ. ഒന്നിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ അതുകൊണ്ട് മാത്രമേ ആ കുറവ് പരിഹരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നോട്ട് റീപ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ്. ആൻഡ് തേർഡ് ഈസ് ദി എലമെൻറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് പ്ലാന്റ്. എലമെൻറ്റ് എന്ത് ചെയ്യണം? പ്ലാന്റിൻ്റെ മെറ്റബോളിസത്തിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതാണ് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ് പ്രപ്പോസ്ഡ് ബൈ അർണോൺ ആൻഡ് സ്റ്റൗട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നൈട്രജൻ സൈക്കിൾ. നൈട്രജൻ സൈക്കിളാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. നൈട്രജൻ സൈക്കിൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ. പറയാം, പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അല്ലേ? വാട്ടർ മിനറൽസൊക്കെ സോയിലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജനൊക്കെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട് ത്രൂ ദ സ്റ്റൊമാറ്റ ഓഫ് ലീഫ്. അതുപോലെ പ്ലാന്റ്സിന് വേണ്ടുന്ന ഒരു എലമെൻ്റാണ് ഇത് നൈട്രജൻ എന്ന് പറയുന്നത്. കാരണം നൈട്രജൻ അബ്സോർബ് ചെയ്തിട്ടാണ് നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. നൈട്രേറ്റ്സ് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അമോണിയ അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. അമിനോ ആസിഡ്സ് കണക്ട് ചെയ്താണ് പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്താണ് പ്രോട്ടീൻസ് നിർമ്മിക്കുക. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് അറിയാലോ, ഇവിടെ സെല്ലിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ആ പ്രോട്ടീൻ എന്ന അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്ലാന്റ്സിന് നൈട്രജൻ വേണം. പക്ഷേ പ്ലാന്റ്സിന് ഓക്സിജനെയോ കാർബണിനെയോ ഒക്കെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത് പോലെ ഗേഷ്യസ് ഫോമിൽ വാതക രൂപത്തിൽ നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. സോ ആ ഗേഷ്യസ് ഫോമിലുള്ള നൈട്രജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ മിനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ പ്രോസസ്സിനാണ് നൈട്രജൻ ഫിക്സേഷൻ ഓർ നൈട്രിഫിക്കേഷൻ എന്ന് പറയുക. വാട്ട് ഈസ് നൈട്രിഫിക്കേഷൻ? പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് ഗേഷ്യസ് നൈട്രജൻ ഇൻറ്റു നൈട്രേറ്റ്സ് ഇൻ ദ സോയിൽ. കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് ഗേഷ്യസ് നൈട്രജൻ പറഞ്ഞു. പ്ലാന്റ്സിന് ഓക്സിജനെയോ കാർബണിനെയോ ഒക്കെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത് പോലെ ഗേഷ്യസ് ഫോമിൽ അബ്സോർബ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി നൈട്രേറ്റ്സ് ആയിട്ട് മാറ്റുക. ആ
ആ പ്രോസസ്സിനാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുക, ഓർ നൈട്രിഫിക്കേഷൻ. ഈ നൈട്രിഫിക്കേഷൻ 3 ടൈപ്സ് നടക്കാം. എന്തൊക്കെയാണെന്ന് നോക്കുക. ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ അപ്പോൾ 3 തരത്തിൽ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ, ഇലക്ട്രിക്കൽ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. എന്തായാലും ഈ 3 മെത്തേഡ്സിലൂടെ അറ്റ്മോസ്ഫിയറിക് ഗേഷ്യസ് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ഇൻ നൈട്രേറ്റ്സ് ആൻഡ് റീച്ച് ദ സോയിൽ. സോയിലിൽ നിന്ന് പ്ലാന്റ്സ് നൈട്രേറ്റ്സ് ആയിട്ടാണ് അബ്സോർബ് ചെയ്യുക. ഓക്കെ, ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എക്സോസിൽ എന്തുകൊണ്ട് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഉണ്ടാകും. അതാണ് എന്തായിട്ട് പറയുന്നത്, നൈട്രിക് ആസിഡായിട്ട് മണ്ണിലെത്തുന്നു. മണ്ണിലെത്തി മറ്റ് മിനറൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെയാണ് രണ്ടാമത്തത് ഇലക്ട്രിക്കൽ. ലൈറ്റ്നിങ്ങിൻ്റെ ഫലമായിട്ട് ഡ്യൂറിങ് റെയിനിങ്, മഴ പെയ്യുന്ന സമയത്ത് ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. അത് മഴയോടൊപ്പം നൈട്രിക് ആസിഡായിട്ട് മണ്ണിലെത്തി മറ്റ് മിനറൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് പറയുക നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഓർ BNF, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് വഴിയാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതെങ്കിൽ അതിനെന്ത് പേര് പറയാം, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. ആ ലിവിങ് ഓർഗാനിസംസ് യൂഷ്വലി മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ, ഇലക്ട്രിക്കൽ ആൻഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് നടക്കുക. എന്തായാലും ഇനി നൈട്രജൻ സൈക്കിൾ നോക്കുക. Atmospheric gaseous nitrogen is converted into nitrates and reach the soil. ഈ നൈട്രജൻ ഫിക്സേഷൻ 3 തരത്തിൽ നടക്കാമെന്ന് പറഞ്ഞു, ഇൻഡസ്ട്രിയലി, ഇലക്ട്രിക്കലി ആൻഡ് ബയോളജിക്കലി. എന്തായാലും ഈ 3 റിയാക്ഷൻസിലൂടെ 3 ടൈപ്പ് ഓഫ് പ്രോസസ്സിലൂടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ്സ് ആയിട്ട് മാറി. നോക്കുക, മണ്ണിൽ കാണുന്ന ഈ നൈട്രേറ്റ്സിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. പ്ലാന്റ് ടിഷ്യൂസിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പോൾ ദീസ് നൈട്രേറ്റ്സ് ഇൻ ദ സോയിൽ ഈസ് അബ്സോർബ് ബൈ പ്ലാന്റ്സ് and store in their plant tissues by their death and decay. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ഡെത്ത് ആൻഡ് ഡീക്കേ നടക്കുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു, അവിടെ ചില ബാക്ടീരിയകൾ, ചില ഡീകമ്പോസേഴ്സ്, അമോണിഫയിങ് ബാക്ടീരിയ ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ അമോണിയ. ഇനി പ്ലാന്റ്സിൻ്റെ ഡെഡ് റിമൈൻസ് ആണ് എന്തായിട്ട് മാറുക, അമോണിയായിട്ട് മാറുക ബൈ ഡീകമ്പോസിഷൻ. ഇനി പ്ലാന്റ്സിനെ അനിമൽസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഫുഡ് ചെയിനിലൂടെ പ്ലാന്റ്സിനെ അനിമൽസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ നൈട്രേറ്റ്സ് എവിടെ പോകുന്നു, അനിമൽ ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അനിമൽസിൻ്റെയും ഡെത്ത് ആൻഡ് ഡീക്കേ നടക്കുമ്പോഴും അതിൻ്റെ എക്സ്ക്രീറ്റ ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും സെയിം പ്രോസസ്സാണ് നടക്കുന്നത്. അനിമൽ ടിഷ്യൂസിലുള്ള നൈട്രേറ്റ്സ് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ വഴി റിലീസ് ചെയ്യുന്ന നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ടു അമോണിയ ബൈ ദ ആക്ഷൻ ഓഫ് അമോണിഫയിങ് ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, ദിസ് അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രൈറ്റ്സ്. നൈട്രേറ്റ് ആണ് മാറി, നൈട്രേറ്റ് അമോണിയ ആയിട്ട് മാറി. നെക്സ്റ്റ് വൺ, അമോണിയ ഈസ് കൺവേർട്ടഡ് ടു നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനും പറയാം, കോമൺലി പറയുന്നത് നൈട്രിഫയിങ് ബാക്ടീരിയയുടെ ആക്ഷൻ തന്നെയാണ് നടക്കുക, നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ നൈട്രൈറ്റ്സ് ആർ അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ്സ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഗേഷ്യസ് നൈട്രജൻ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു, പ്ലാന്റ്സിൽ നിന്ന് അനിമൽസിലേക്ക് പോകാം. അപ്പോൾ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡെത്ത് ആൻഡ് ഡീക്കേ വഴി അത് മണ്ണിലെത്താം. ബൈ ഡീകമ്പോസിഷൻ നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു അമോണിയ. Ammonia is converted into nitrates by the action of nitrifying bacteria. These nitrites are converted to nitrates and reach the soil. ഇവിടെയാണ് എന്ത് ചെയ്യുക, മറ്റൊരു ബാക്ടീരിയ പേര് ഡീനൈട്രിഫയിങ് ബാക്ടീരിയ. തയോബാസിലസ്, സീഡമോണാസ് തുടങ്ങി ചില ഡീനൈട്രിഫയിങ് ബാക്ടീരിയകളുണ്ട്. ഇവരുടെ ആക്ഷൻ്റെ ഫലമായിട്ട് ഈ നൈട്രേറ്റ്സ് വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നൈട്രജനായിട്ട് റിലീസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോവാണ്. അപ്പോൾ ഏതൊരു സൈക്കിളായാലും, ഇത് ഏതൊരു ന്യൂട്രിയൻ സൈക്കിളായാലും 3 സ്റ്റെപ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇൻപുട്ട് ഓഫ് ന്യൂട്രിയൻസ്, രണ്ടാമത്തേത് ഇൻറ്റേർണൽ ന്യൂട്രിയൻ സൈക്ലിംഗ്, ആൻഡ് തേർഡ് വൺ ഔട്ട്പുട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഏതൊരു സൈക്കിളായാലും, ഗേഷ്യസ് സൈക്കിളായാലും സെഡിമെൻ്ററി സൈക്കിളായാലും 3 സ്റ്റെപ്സ് കാണാം. ഇൻപുട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഇൻറ്റേർണൽ ന്യൂട്രിയൻ സൈക്ലിംഗ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഫസ്റ്റ് വൺ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ റിയാക്ഷൻ, ഇറ്റ് ഈസ് കാൾഡ് ഇൻപുട്ട് ഓഫ് ന്യൂട്രിയൻസ്. പിന്നീട് ഇത് പ്ലാന്റ്സ് അബ്സോർവ് ചെയ്യുന്നു, അനിമൽസിലേക്ക് പോകുന്നു, അമോണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നൈട്രൈറ്റ്സ് ആവുന്നു, അതെല്ലാം ഇൻറ്റേർണൽ ന്യൂട്രിയൻ സൈക്ലിംഗ്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ്, നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു നൈട്രജൻ, അത് എന്താണ്, ഔട്ട്പുട്ട് ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിങ്ങനെ സൈക്കിൾ എന്ന് പറയാൻ തന്നെ കാരണം അതാണ് അല്ലേ, സൈക്ലിക്കൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുക. ഇൻപുട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഔട്ട്പുട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഇൻറ്റേർണൽ ന്യൂട്രിയൻ സൈക്ലിംഗ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ന്യൂട്രിയൻസ്. എന്തായാലും ഈ പ്രോസസ്സാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. നൈട്രജൻ സൈക്കിളിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. നൈട്രജൻ ഫിക്സേഷൻ ടേക്സ് പ്ലേസ് ബൈ 3 മെത്തേഡ്സ്, ഇൻഡസ്ട്രിയൽ, ഇലക്ട്രിക്കൽ ആൻഡ് ബയോളജിക്കലി. നൈട്രജൻ ഫിക്സേഷൻ നടക്കാം. നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ടു നൈട്രൈറ്റ്സ് in the soil. These nitrates are absorbed by plants. From plants it is absorbed by animals. By the death and decay of animals and plants, nitrates are converted to ammonia during decomposition.
ammonia is converted to nitrites by nitrifying bacteria. Nitrites are converted to nitrates. അടുത്ത് നടക്കുന്ന പ്രോസസ്സ് ഡീനൈട്രിഫിക്കേഷൻ ആണ്. ഡീനൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡീനൈട്രിഫൈങ് ബാക്ടീരിയ നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻടു നൈട്രജൻ ആൻഡ് റിലീസ് ടു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്നു. ഈ സ്റ്റെപ്പിനാണ് എന്താ പറയുക, നൈട്രജൻ സൈക്കിൾ എന്ന് പറയും. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് വൺ ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്സും സെക്കൻഡ് വൺ ഏതാണ് നൈട്രജൻ സൈക്കിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. നമ്മൾ പറഞ്ഞു നൈട്രജൻ സൈക്കിൾ പറഞ്ഞപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ പറഞ്ഞു. നൈട്രജൻ ഫിക്സേഷൻ 3 ടൈപ്സ് നടക്കാം, ഇൻഡസ്ട്രിയൽ, ഇലക്ട്രിക്കൽ ആൻഡ് ബയോളജിക്കൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചാണ്. നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് അറിയാമല്ലോ, കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻടു നൈട്രേറ്റ്സ്. ഈ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് ലിവിങ് ഓർഗാനിസംസ് വഴിയാണെങ്കിൽ, നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് ലിവിങ് ഓർഗാനിസംസ് വഴിയാണെങ്കിൽ അതിന് എന്ത് പേര് പറയാം, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. അതിനെ യൂഷ്വലി സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ബാക്ടീരിയകളും ഫംഗസുകളും സൈനോ ബാക്ടീരിയൊക്കെ ആയിരിക്കും അതിനെ സഹായിക്കുക. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ by living organisms is called biological nitrogen fixation. ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന എൻസൈമാണ് നൈട്രോജനേസ്. നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതിന് 2 ബയോകെമിക്കൽ കമ്പോണൻസ് ആണ് വേണ്ടത്. വൺ ഈസ് ആൻ എൻസൈം ആൻഡ് ദ അതർ ഈസ് എ പിഗ്മെന്റ്. എൻസൈം ഈസ് കാൾഡ് നൈട്രോജനേസ്. എൻസൈം ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഈസ് കാൾഡ് നൈട്രോജനേസ്. സെക്കൻഡ് വൺ ഈസ് പിഗ്മെന്റ്, ഇറ്റ് ഈസ് കാൾഡ് ലെക് ഹീമോഗ്ലോബിൻ. അപ്പോൾ ടേം കൂടെ ഓർത്ത് വയ്ക്കുക, ബയോകെമിക്കൽ കമ്പോണൻസ് റിക്വയർഡ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ ആർ an enzyme called nitrogenase and a pigment called leg hemoglobin. Leguminous plants-ൽ കാണുന്ന പിങ്ക് കളർ കൊടുക്കുന്ന റൂട്ട് നോഡ്യൂൾസിന് പിങ്ക് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നു ബൈ ദ ആക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇനി നൈട്രജൻ ഫിക്സേഷൻസ് നടത്തുന്ന ഇത്തരം ഓർഗാനിസംസിനെ പറയുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഴ്സ്. Nitrogen fixing microbes are called nitrogen fixers. These nitrogen fixers are of 2 types. ചില മൈക്രോബ്സ് ഒക്കെ ഫ്രീ ലിവിങ് ആയിട്ട് മണ്ണിൽ കാണാം, മറ്റു ചിലതൊക്കെ സിംബയോട്ടിക് ആയിരിക്കും. വാട്ട് ഈസ് സിംബയോസിസ് എന്ന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംബയോസിസ് ഈസ് ദി ക്ലോസ് അസോസിയേഷൻ ഓഫ് 2 ഓർഗാനിസംസ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. ലൈക്കൺസ് ഒക്കെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഗ ആൻഡ് ഫംഗസ് തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ലൈക്കൺ എന്ന് പറയാം. അപ്പോൾ സിംബയോസിസ് ഈസ് ദി ക്ലോസ് അസോസിയേഷൻ ഓഫ് 2 ഓർഗാനിസംസ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. ഇവിടെയാണെങ്കിൽ ഈ മൈക്രോബ്സ് മറ്റ് പ്ലാന്റ്സിൻ്റെ ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലായിരിക്കും അറ്റാച്ച് ചെയ്ത് കാണുക. ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ കാണാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. പീ പ്ലാന്റ്സിൽ റൈസോബിയം കാണുന്നുണ്ട് അല്ലേ, സൈക്കാസിൽ സൈനോ ബാക്ടീരിയ കാണുന്നുണ്ട്. അത്തരം റൂട്ട്സിനെ കോറലോഡ് റൂട്ട്സ് എന്ന് പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സ്. എന്തായാലും ഈ മൈക്രോബ്സ് 2 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യാം, ഫ്രീ ലിവിങ് ആയിട്ടും സിംബയോട്ടിക് ആയിട്ടും. സിംബയോസിസ് ദി അസോസിയേഷൻ ഓഫ് 2 ഓർഗാനിസംസ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രീ ലിവിങ് ആൻഡ് സിംബയോട്ടിക് ആയിട്ടുള്ള മൈക്രോബ്സിന് എക്സാമ്പിൾസ് നോക്കുക. ഫസ്റ്റ് വൺ ഫ്രീ ലിവിങ് എയറോബിക് മൈക്രോബാണ്. ഫ്രീ ലിവിങ് ആണ്, ഓക്സിജൻ വേണം അതിന് ലൈവായിട്ടിരിക്കണമെങ്കിൽ. അപ്പോൾ ഫ്രീ ലിവിങ് എയറോബിക് മൈക്രോബ്സിന് എക്സാമ്പിൾ അസറ്റോബാക്ടർ ആൻഡ് ബേജർനെക്കിയ. അസറ്റോബാക്ടർ ആൻഡ് ബേജർനെക്കിയ ആർ ഫ്രീ ലിവിങ് എയറോബിക് മൈക്രോബ്സ്. ഫ്രീ ലിവിങ് ആണ്, അപ്പോൾ സിംബയോട്ടിക് അല്ല, ഫ്രീ ലിവിങ് ആയിട്ട് മണ്ണിൽ കാണുന്നു. പിന്നെ അത് ഓക്സിജൻ്റെ പ്രസൻസിലേ കാണുള്ളൂ. അപ്പോൾ അതാണ് ഫ്രീ ലിവിങ് എയറോബിക് ബാക്ടീരിയ ആർ അസറ്റോബാക്ടർ ആൻഡ് ബേജർനെക്കിയ. നെക്സ്റ്റ് വൺ ഫ്രീ ലിവിങ് തന്നെ, പക്ഷേ അനറോബിക് ആണ്. അതാണ് ഇത് റോഡോസ്പൈറൽ. ഇറ്റ് ഇസ് എ ബാസിലസ് ബാക്ടീരിയ ആണ്. നമുക്കറിയാം കോക്കസ്, ബാസിലസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ബാസിലസ് ബാക്ടീരിയ ആണ് റോഡോസ്പൈറൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അനറോബിക്. അപ്പോൾ രണ്ടും ഫ്രീ ലിവിങ് ആണ്. ബട്ട് അസറ്റോബാക്ടർ ആൻഡ് ബേജർനെക്കിയ ആർ എയറോബിക് ആൻഡ് റോഡോസ്പൈറൽ ഈസ് ഫ്രീ ലിവിങ്. നെക്സ്റ്റ് വൺ ഫ്രീ ലിവിങ് സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയ മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. അതിന് എക്സാമ്പിൾ നോസ്റ്റോക്ക്. നോസ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ലിവിങ് സൈനോ ബാക്ടീരിയ ആണ്. സൈനോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ്ഡം മൊണറയിൽ വരുന്നതാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ, ഫിലമെൻറ്റസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നോസ്റ്റോക്കിൻ്റെ നൈട്രജൻ ഫിക്സിങ് സെല്ലിൻ്റെ പേര് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് കാൾഡ് ഹെട്രോസിസ്റ്റ്. അപ്പോൾ ഹെട്രോസിസ്റ്റ് ഈസ് ദി നൈട്രജൻ ഫിക്സിങ് സെൽ ഓഫ് നോസ്റ്റോക്ക്. അപ്പോൾ നോസ്റ്റോക്കാണ്. സെക്കൻഡ് വൺ ഈസ് ആനബേന. ആനബേനയും മറ്റൊരു പിന്നെ സൈനോ ബാക്ടീരിയ ഇത് ഫ്രീ ലിവിങ് ആയിട്ടും കാണാം. പിന്നെ അസോള എന്ന പ്ലാന്റിലുള്ള ലീഫ് ക്യാവിറ്റീസിലും കഴിയാറുണ്ട്, സിംബയോസ് ആയിട്ടും കഴിയാറുണ്ട്. അപ്പോൾ അതാണ് ആനബേന. അപ്പോൾ നൈട്രജൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ മീൻസ് നൈട്രജൻ ഫിക്സേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഈസ് കാൾഡ് നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ വേണ്ടുന്ന എൻസൈം ഈസ് കാൾഡ് നൈട്രോജനേസ് ആൻഡ് പിഗ്മെന്റ് ഈസ് കാൾഡ് ലെഗ് ഹീമോഗ്ലോബിൻ. Okay, these microbes are called nitrogen fixers. These are of 2 types: symbiotic with other trees or live freely in the soil.
that freely living aerobic bacteria examples ആണ് പറയുന്നത് Acetobacter and Beigernekia. Anaerobic free living example are Rhodospirillum, it is Bacillus, and free living cyanobacteria Nostoc and Anaben. ആ നോസ്റ്റോക്കിൽ കാണുന്ന നൈട്രജൻ ഫിക്സിംഗ് സെല്ലിനെയാണ് എന്താ പറയുക ഹെട്രോസിസ്റ്റ് എന്ന് പറയുക ഹെട്രോസിസ്റ്റ്. ഇതിൽ നിന്നും ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. വാട്ട് ഈസ് സിംബയോസിസ്? വീണ്ടും പറയുന്നു, എന്താണ് സിംബയോസിസ്? ക്ലോസ് അസോസിയേഷൻ ഓഫ് ടു ഓർഗാനിസംസ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. ആ അസോസിയേഷനിലെ ഈച്ച് പാർട്ട്ണർ ഈസ് കാൾഡ് സിംബയോണ്ട്. ഈച്ച് പാർട്ട്ണർ ഇൻ സിംബയോസിസ് കാൾഡ് സിംബയോണ്ട്. ഇത് സാധാരണ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലാണ് കാണുക. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സൈക്കാസ് എന്ന ചെടിയിൽ സൈനോബാക്ടീരിയ കാണാൻ അതിൻ്റെ റൂട്ട്സിൽ. അത്തരം റൂട്ട്സിനെ കോറലൂഡ് റൂട്ട്സ് എന്ന് പറയാം. അതുപോലെ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെയും നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെയും റൂട്ട്സിൽ ഇത് അറ്റാച്ച് ചെയ്ത് കാണാറുണ്ട്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെയും നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ട് ആര്? ഈ ബാക്ടീരിയകൾ. അപ്പോൾ അതാണ് പറയുന്നത് റൂട്ട്സ് ഓഫ് ലെഗുമിനസ് ആൻഡ് നോൺ ലെഗുമിനസ് പ്ലാന്റ്സ്. അതിന് ഏറ്റവും മോസ്റ്റ് കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസോബിയമാണ്. റൈസോബിയത്തിൻ്റെ സയൻറ്റിഫിക് നെയിം തന്നെ റൈസോബിയ ലെഗുമിനോസാരോ എന്നാണ് അല്ലേ. റൈസോബിയ റഡിസിക്കോള എന്നായിരുന്ന പേരിനെ റൈസോബിയ ലെഗുമിനോസാരോ എന്ന് കൺവെർട്ട് ചെയ്തു. കാരണം വെച്ചാൽ റൈസോബിയത്തിൻ്റെ ഈ സിംബയോട്ടിക് അസോസിയേഷനിലൂടെയാണ് ആ പേര് കിട്ടിയത്. അപ്പോൾ അത് റൂട്ട് നോഡ്യൂൾസ് ഓഫ് പീ പ്ലാന്റ്സിലാണ് കാണുന്നത്. പീ പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ കാണുന്നതാണ് റൈസോബിയം. എന്നാൽ നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ കാണുന്ന ഒരു ഫംഗസാണ് ഏത്? ഫ്രാങ്കിയ. നോൺ ലെഗുമിനസ് പ്ലാന്റ് എക്സാമ്പിളാണ് ആൾനസ്. അപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ പീ പ്ലാന്റ്സും നോൺ ലെഗുമിനസ് പ്ലാന്റ്സിന് എക്സാമ്പിൾ അൾനസും. അപ്പോൾ പീ പ്ലാന്റ്സിൽ കാണുന്നത് റൈസോബിയ എന്ന ബാക്ടീരിയ ആണെങ്കിൽ അൾനസിൽ കാണുന്നത് ഒരു ഫംഗസാണ്, പേര് ഫ്രാങ്കിയ എന്നാണ്. അപ്പോൾ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ? സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സ്. ബയോളജി നൈട്രജൻ ഫിക്സേഷൻ മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നൈട്രജൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു നൈട്രജൻ. അത് സിംബയോട്ടിക് ആയിട്ട് ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞത്. ലെഗുമിനസ് പ്ലാന്റ്സിൽ കാണുന്നത് റൈസോബിയം ആൻഡ് നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൽ കാണുന്നത് ഫ്രാങ്കിയ. സർ നെക്സ്റ്റ് ഈസ് നോഡുലേഷൻ. പറഞ്ഞു ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ് കാണുന്നത് റൂട്ട് നോഡ്യൂൾസിലാണ്, സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ. പീ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സിൽ ഇങ്ങനെ എന്ത് കാണാം? ചില നോഡുലാർ സ്ട്രക്ചേഴ്സ് കാണാം. പീ പ്ലാന്റ്സ് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ നോഡ്യൂൾസ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ നടക്കണമെങ്കിൽ ഈ സിംബയോട്ടിക്കായിട്ട് ബാക്ടീരിയകൾ കഴിയണമെങ്കിൽ ആദ്യം റൂട്ട്സിൽ നോഡ്യൂൾസ് ഫോം ചെയ്യണം. ദിസ് ഫോർമേഷൻ ഓഫ് നോഡ്യൂൾസ് ഇൻ ദ റൂട്ട്സ് ഓഫ് ലെഗുമിനസ് ആൻഡ് നോൺ ലെഗുമിനസ് പ്ലാന്റ്സ് ഈസ് കാൾഡ് നോഡുലേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ നോഡുലേഷന് എന്താണ്? ഫോർമേഷൻ ഓഫ് നോഡ്യൂൾസ്. നോഡ്യൂൾസ് ആർ സ്മോൾ എന്താണ് നോബ് ലൈക്ക് ഔട്ട്ഗ്രോസ് സീൻ ഇൻ ദി റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. പീ പ്ലാന്റ്സിൻ്റെയും മറ്റ് നോൺ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സിൽ വളർന്നു കാണുന്ന ചില നോഡുലാർ സ്ട്രക്ചേഴ്സിനാണ് നോഡ്യൂൾസ് എന്ന് പറയാം. ഈ നോഡ്യൂൾസിലാണ് റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾ കാണുന്നതും നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നതും. അങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം നോഡ്യൂൾസ് ഫോം ചെയ്യണം. ആ നോഡ്യൂൾസ് ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. നോഡ്യൂൾ ഫോർമേഷൻ ഇസ് കാൾഡ് നോഡുലേഷൻ. ഒരു പീ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇത് നമുക്കറിയാം എപ്പിഡെർമിസ് ഓർ റൂട്ടിൽ അതിൻ്റെ പേര് എപ്പിബ്ലമ ഓർ പിലിഫറസ് ലെയർ. ഫ്രം ദിസ് എപ്പിബ്ലമ റൂട്ട് ഹെയർസ് ആർ പ്രൊഡ്യൂസിങ്. റൂട്ട് ഹെയർസ് ആണ് വാട്ടറിനെയൊക്കെ അബ്സോർബ് ചെയ്യുക. ഇതേ ഒരു റൂട്ട് ഹെയർ ആണ് ഈ കാണുന്നത്, ഒരു റൂട്ട് ഹെയർ. അപ്പോൾ നമ്മുടെ റൂട്ടിന് ചുറ്റുമായിട്ട് ഇതുപോലെ നോഡ്യൂൾസ് ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, മണ്ണിൽ ഫ്രീ ലിവിങ് ആയിട്ടാണ് ആര് കാണുക? റൈസോബിയം കാണുക. ഈ റൂട്ട് ഹെയർസിന് സറൗണ്ടിങ്സിലെല്ലാം റൈസോബിയം കാണാം, ഫ്രീ ലിവിങ് ആയിട്ട് കാണുന്നുണ്ട്, മണ്ണിൽ കാണുന്നുണ്ട് ഫ്രീ ലിവിങ് ആയിട്ട്. അപ്പോൾ ഇവരിപ്പോൾ തന്നെ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ തുടങ്ങുകയാണ്. ഈ റൂട്ട് ഹെയർസ് ഒരു ഗ്രോത്ത് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ റൂട്ട് ഹെയർസ് ഒരു ഗ്രോത്ത് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ റൈസോബിയത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയകളുടെ റീപ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഈ റൂട്ട് ഹെയർസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ അവർ തമ്മിലൊരു സിംബയോട്ടിക് അസോസിയേഷൻ തുടങ്ങി. അല്ല, നോഡ്യൂൾ ഫോർമേഷന് ശേഷമല്ല, നോഡ്യൂൾ ഫോം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗ്രോത്ത് ഫാക്ടർ ദാറ്റ് സ്റ്റിമുലേറ്റ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ആൻഡ് റൈസോബിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക, മ്യൂസിലേജ് ആൻഡ് ആൻ എക്സ്ട്രാ സെല്ലുലാർ പോളിസാക്രൈഡ് സ്ലൈം. എക്സ്ട്രാ സെല്ലുലാർ മീൻസ് അവരുടെ സെല്ലിന് പുറത്തേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പോളിസാക്രൈഡ് സ്ലൈമും IA മീൻസ് ഇൻഡോൾ അസറ്റിക് ആസിഡ്. ഇൻഡോൾ അസറ്റിക് ആസിഡ് ഇസ് എ ടൈപ്പ് ഓഫ് ഓക്സിൻ. നമ്മൾ പഠിച്ചു, ഹോർമോൺസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു. ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന റൂട്ടിംഗ് ഹോർമോണാണ്.
ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓക്സിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഒരു ബാക്ടീരിയ. ഈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് കെമിക്കൽസ് നോക്കുക, ഈ റൂട്ട് ഹെയർസിൻ്റെ ടിപ്പ് ഒന്ന് കേൾ ചെയ്യുന്നു. ഇങ്ങനെ നിൽക്കുന്ന റൂട്ട് ഹെയറിൻ്റെ ടിപ്പ് കേളിങ് നടക്കുകയാണ്. അതുകൊണ്ട് കേൾ ചെയ്തിട്ട് ആ കേൾഡ് പോർഷനിൽ ചെറിയൊരു വിടവുണ്ടാവുന്നു. ആ വിടവിനെ പറയുന്ന പേര് ഇൻഫെക്ഷൻ ത്രെഡ് എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. The roots of plants produce a growth factor that stimulates the multiplication of bacteria. Bacteria produces a mucilage, extracellular polysaccharide slime and indole acetic acid that cause for curling of root tip. നെക്സ്റ്റ് സ്റ്റേജിൽ ആ കേൾഡ് പോർഷനിൽ ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യാണ്. റൂട്ട് ഹെയർസിനുള്ളിലൂടെയാണ് വരിക. ഇത് റൂട്ട് ഹെയർ ആണെങ്കിൽ റൂട്ട് ഹെയറിനകത്തൂടെ ഒരു ഇൻഫെക്ഷൻ ത്രെഡ് വരികയാണ്. അപ്പോൾ ഇവിടെ എപ്പിഡെർമിസ് കഴിഞ്ഞാൽ കോർട്ടക്സ്, പെരിസൈക്കിൾ ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് അത് പോകണം. നമുക്ക് ആ ഇൻഫെക്ഷൻ ത്രെഡ് ഗ്രാജുവലി ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നീണ്ടു വരികയാണ് റൂട്ട് ഹെയറിനകത്തൂടെ. കൂടെ അതിനോടൊപ്പം നോക്കുക, സെർട്ടൻ ബാക്ടീരിയ എൻ്റർ ദി റൂട്ട് ത്രൂ ദി ഇൻഫെക്ഷൻ ത്രെഡ്. ബാക്ടീരിയകളും കൂടെ അതിനകത്തൂടെ അകത്തേക്ക് കിടക്കുന്നു. അപ്പോൾ റൂട്ട് ഹെയറിലൂടെ എവിടെ എത്തി? ഇതവിടെ എപ്പിഡെർമിസിലെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കോർട്ടക്സിലാണ് എത്തുന്നത്. കോർട്ടക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പെരിസൈക്കിളാണ്. പെരിസൈക്കിളിനുള്ളിലാണ് എൻഡോഡെർമിസ് ഒക്കെ വരിക. എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. അപ്പോൾ ഇവിടെ കോർട്ടക്സിലെത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ത്രെഡ് ബ്രാഞ്ച് ചെയ്യുന്നു. കോർട്ടിക്കൽ സെല്ലാണ് ഈ കാണുന്നത്. കോർട്ടിക്കൽ സെല്ലിൽ വെച്ച് അവിടെ ബ്രാഞ്ച് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ആ ബാക്ടീരിയ കോർട്ടക്സിൽ എത്തിയിട്ട് കുറേ ബാക്ടീരിയകൾ അഗ്രിഗേറ്റ് ചെയ്ത് അതിന് ചുറ്റുമായിട്ട് ഒരു പോളിസാക്രൈഡ് കൊണ്ട് കവർ ചെയ്യുന്നു. കുറേ ബാക്ടീരിയകൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ആ ബാക്ടീരിയകളെ കവർ ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ സെല്ലുലാർ പോളിസാക്രൈഡ് കാണുന്നു. ദീസ് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് ബാക്ടീരിയോയിഡ്സ്. അത് വളരെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ലൈക്ക് എ ക്യാൻസറസ് ഗ്രോത്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്ക് വളരെ ഫാസ്റ്റ് ഡിവിഷനാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, അത് ഫാസ്റ്റ്ലി ഡിവൈഡ് ചെയ്യുന്നു, ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറുന്നു. ദീസ് ബാക്ടീരിയോയിഡ്സ് ആർ കവേർഡ് ബൈ ആൻ എക്സ്ട്രാ സെല്ലുലാർ പോളിസാക്രൈഡ്. ഓക്കെ, അങ്ങനെ ഒരു ക്യാൻസർസ് ഗ്രോത്ത് പോലെ ആകുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുക, അത് റൂട്ടിന് പുറത്തേക്ക് ചില പ്രൊജക്ഷൻസ് ആയിട്ട്, ചില നോബ്സ് ആയിട്ട്, മീൻസ് മുഴകളായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ മുഴകളാണ് നമ്മൾ എന്ത് പറയുക, നോഡ്യൂൾസ് എന്ന് പറയുക. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന സമയത്ത് മാത്രം അല്ല ഇവർ തമ്മിൽ സിംബയോട്ടിക് അസോസിയേഷൻ ഉള്ളത്. റൂട്ട്സിൽ നോഡ്യൂൾസ് ഫോം ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം, ഈ പറഞ്ഞ സിംബയോട്ടിക് അസോസിയേഷൻ നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നോഡുലേഷൻ എന്ന് പറയുക. അപ്പോൾ നോഡുലേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് നോഡ്യൂൾസ് ഇൻ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. ആദ്യം മുതൽ തന്നെ നോക്കുക, പ്ലാന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന റൂട്ട് ഓഫ് ഗ്രോത്ത് ഫാക്ടർ. ബാക്ടീരിയ തിരിച്ചൊരു മ്യൂസിലേജ് ആൻഡ് ഇൻഡോൾ അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. റൂട്ട് ടിപ്പ് കേൾ ചെയ്യാൻ കാരണമാകുന്നു. ആ കേൾഡ് പോർഷനിൽ ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യുന്നു. ത്രൂ ദിസ് ഇൻഫെക്ഷൻ ത്രെഡ് ബാക്ടീരിയ എൻ്റർ ഇൻ ദ റൂട്ട്. ആ ഇൻഫെക്ഷൻ ത്രെഡ് കോർട്ടക്സിലെത്തുമ്പോഴത്തേക്ക് ബ്രാഞ്ച് ചെയ്യുന്നു. ചില ബാക്ടീരിയകളെ കവർ ചെയ്തുകൊണ്ട് എക്സ്ട്രാ സെല്ലുലാർ പോളിസാക്രൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രക്ചേഴ്സിന് പറയുന്നവർ ബാക്ടീരിയോയിഡ്സ്. വളരെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ലൈക്ക് ക്യാൻസറസ് ഗ്രോത്ത്. അപ്പോഴത്തേക്ക് അത് ചില പ്രൊജക്ഷൻസ് ആയിട്ട് പുറത്തേക്ക്, ട്യൂമേഴ്സായിട്ട് പുറത്തേക്ക് വരുന്നു. ഈ നോബ്സിനെയാണ് എന്ത് പേര് പറയുക, റൂട്ട് നോഡ്യൂൾസ് എന്ന് പറയുക. ഈ നോഡ്യൂൾസിൽ ഇരുന്നിട്ടാണ് നെക്സ്റ്റ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ പ്രോസസ്സാണ് നോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫോക്കസ് പോയിൻറ്റ്സ് ഇത്രയുമാണ് ഉള്ളത്.